പി.വി. അൻവർ നിലമ്പൂരിലെ ജനങ്ങളെ വഞ്ചിച്ച് നന്ദിയില്ലാതെ ഇറങ്ങിപ്പോയെന്ന് CPM നേതാവ് ടി.കെ. ഹംസ. മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഇത് ബോധ്യമുള്ളതുകൊണ്ടാണ് അൻവറിനെ പാർട്ടിയിലെടുക്കാത്തത്. പി.വി. അൻവറിനെ മത്സരിപ്പിച്ചതിന്റെ ശിക്ഷ പാർട്ടിക്ക് ലഭിച്ചെന്നും ടി.കെ. ഹംസ 24 പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുതിർന്ന CPIM നേതാവ് ടി.കെ. ഹംസ 24 ചേരുകയാണ്. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ ആരംഭിച്ചോ പാർട്ടിയിൽ? സ്ഥാനാർത്ഥി നിർണയം ആരംഭിച്ചിട്ടില്ല. ആരംഭിക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണം. അത് ഇലക്ഷൻ കമ്മീഷനാണ് ചെയ്യേണ്ടത്. ഈ നിമിഷം വരെ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പുണ്ടെന്ന് കമ്മീഷൻ പറഞ്ഞിട്ടില്ല. പറയാതെ ചർച്ച ചെയ്തിട്ട് സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ വിഡ്ഢികളല്ലേ? അങ്ങനെ നമ്മളെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. നിലമ്പൂരിൽ നമ്മൾ സഹായിച്ച സ്ഥാനാർത്ഥി നമ്മളോട് ജനങ്ങളോടും വഞ്ചന ചെയ്തു. പി.വി. അൻവർ 9 കൊല്ലം MLA ആക്കിയിട്ട് നന്ദിയില്ലാതെയാണ് കുറ്റം പറഞ്ഞ് രാജിവെച്ച് പോയത്. എന്താ കുറ്റം പറഞ്ഞത്? വികസനം ഇല്ല എന്ന് പറഞ്ഞോ? ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞോ? ശമ്പള വർധനവില്ല എന്ന് പറഞ്ഞോ? ഏതെങ്കിലും ഒരു മാനുഷിക രാഷ്ട്രീയ വികസന പ്രശ്നങ്ങളിൽ ഒരഭിപ്രായ വ്യത്യാസവും പറഞ്ഞില്ലല്ലോ. ഓനാകെ പറഞ്ഞത് കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് സ്വർണം കടത്തി വരുന്നവരെ കുണ്ടോട്ടി പോലീസ് പിടിക്കുന്നു എന്നാണ്. മണ്ഡലത്തെ അവഗണിച്ചു, വികസനം നടത്തിയില്ല, വേറെന്തെങ്കിലും കള്ളത്തരം ചെയ്തെന്ന് പറഞ്ഞ് രാജിവെക്കാം. ഇതൊന്നുമില്ലാതെ അപ്പം അതിൽ നിന്ന് ജനങ്ങളോട് ചെയ്ത ഒരു വെല്ലുവിളിയാണ് അവൻ്റെ ഈ നിലപാട്. ഇത് കോൺഗ്രസിനും ലീഗിനും ബോധ്യമാണ്. അവരെടുത്തില്ലല്ലോ.